ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ നമ്മളിപ്പം 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് ആദ്യം വേവിച്ചെടുക്കുക. ബീഫ് സെപ്പറേറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നത് പുരട്ടിയെടുക്കാം. ഇനിയിപ്പം നമുക്ക് കുറച്ച് അതായത് ബീഫ് വേകാൻ അധികം സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ബീഫ് വേകാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേകട്ടെ. ആ സമയത്ത് നമുക്കിത് വഴറ്റാനുള്ള വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കണം. അപ്പം ഇനി അതിൻ്റെ പണിയിലേക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റിയിട്ട് സവോള വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതാ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. ഇപ്പം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പെരിഞ്ജീരകം ഒക്കെ പൊടിച്ചതാണ്, അതായത് ഗരം മസാല, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ വഴറ്റിയെടുത്തുന്ന സവോളയില്ലേ അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ അത് പിടിക്കുന്നിടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്